1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. നാളികേരവില ചരിത്രത്തിലാദ്യമായി ഉയർന്ന നിലവാരത്തിലെത്തിയിട്ടും ഗുണം ലഭിക്കാതെ കേര കർഷകർ. മലയോരത്ത് കാണപ്പെടുന്ന തെങ്ങുകളിലെ ഇളനീരടക്കം വാനരപ്പട നാശം വരുത്തുമ്പോൾ ഉൾനാടുകളിലെ തെങ്ങുകളിലെ മച്ചിങ്ങയടക്കം എലികളും മയിലുകളും മറ്റു ജീവികളും നശിപ്പിക്കുകയാണെന്ന് കർഷകർ പറയുന്നു. കേരളീയർക്ക് ആവശ്യമായ നാളികേരം അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിക്കേണ്ട അവസ്ഥയിലാണ്. നാളികേര വില കിലോയ്ക്ക് 70 രൂപയ്ക്ക് മുകളിൽ എത്തി നിൽക്കുമ്പോൾ വെളിച്ചെണ്ണ ചില്ലറ വിപണിയിൽ ശരാശരി വില കിലോയ്ക്ക് 350 രൂപ മുതൽ 370 രൂപ വരെയാണ്. കുപ്പിയിൽ പാക്ക് ചെയ്ത ബ്രാൻഡഡ് വെളിച്ചെണ്ണയ്ക്ക് ഇതിലും കൂടുതലാണ് വില. ഏതാനും വർഷങ്ങളായി മലബാർ മേഖലയിലെ തെങ്ങുകളെ ബാധിച്ചുവരുന്ന മണ്ടരി, മണ്ടകുറുകൽ, കാറ്റുവീഴ്ച, കൂമ്പുചീച്ചിൽ, വേരുദ്രവിക്കൽ തുടങ്ങിയ രോഗങ്ങളും നാളികേര ഉൽപാദനത്തെ സാരമായി ബാധിച്ചു. നാളികേരത്തിന് ഉൽപാദന ചെലവ് പോലും ലഭിക്കാത്ത സാഹചര്യം തുടർന്നപ്പോൾ തെങ്ങിനു നൽകി വന്നിരുന്ന പരിചരണവും വളപ്രയോഗവും കർഷകർ നിർത്തലാക്കിയതും നാളികേര ഉൽപാദനത്തെ സാരമായി ബാധിച്ചതായും സൂചനയുണ്ട്. തെങ്ങു കൃഷി വികസനത്തിന് സംസ്ഥാന സർക്കാർ കോടിക്കണക്കിന് രൂപ ചിലവഴിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പ്രയോജനം സംസ്ഥാനത്തെ കർഷകർക്ക് ലഭിക്കുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത്. നാളികേര വില വൈകാതെ 100 രൂപ കടക്കുമെന്നാണ് സൂചന. അയൽ സംസ്ഥാനങ്ങളിലും കൊപ്രയുടെ ക്ഷാമമാണ് വെളിച്ചെണ്ണ വില ഇത്രയും ഉയരാൻ പ്രധാന കാരണമത്രേ. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കൊപ്ര വരവ് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. വെളിച്ചെണ്ണ വിലയുടെ വർധനവിനെ തുടർന്ന് പാം ഓയിൽ, നല്ലെണ്ണ, സൂര്യകാന്തി ഓയിൽ എന്നിവയ്ക്കും വില വർദ്ധിക്കുകയാണ്. വെളിച്ചെണ്ണ വില വർധനവിന്റെ മറപിടിച്ച് വ്യാജ വെളിച്ചെണ്ണ നിർമ്മാതാക്കളുടെ പ്രവർത്തനവും സജീവമാണ്. നാളികേര ഉൽപാദനത്തിൽ മുന്നിലുള്ള ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്ന് ഇറക്കുമതി നടത്തി വില നിയന്ത്രിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.